സ്മൃതി, ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് സി പി എമ്മും തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ. നിയമസഭയിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സർക്കാരിനെതിരെ സി പി എമ്മിനും സി പി ഐക്കും ഒരേ ശബ്ദമാണ്, കാര്യമായി വിയോജിച്ചിട്ടില്ല. സമരമുഖത്തും വിയോജിപ്പ് നമ്മൾ കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നീങ്ങാം എന്ന തീരുമാനത്തിലേക്ക് സി പി എത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പിളർപ്പിലേക്കാണോ പ്രതിപക്ഷം? നിങ്ങൾ കാരണം നമ്മൾ തോറ്റു, ഇതാണ് സി പി ഐ പറയുന്നത്. പരാജയ കാരണം സി പി എം ആണ്. പരാജയ കാരണം സി പി എമ്മിൻ്റെ നിലപാടുകളാണ്. സർക്കാർ എന്ന രീതിയിൽ സി പി എം ഏകപക്ഷീയമായി, അക്കാലത്തിന് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്, എൽ ഡി എഫ് യോഗം ചേരുന്നില്ല, ഏകപക്ഷീയമായി സി പി എം തീരുമാനങ്ങൾ എടുക്കുന്നു. അത്തരം ഭിന്നത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് സി പി എമ്മിനുള്ള തർക്കം അല്ലെങ്കിൽ ഭിന്നത എന്നുള്ളൊരു പുതിയ കാര്യമല്ല. പക്ഷേ അത് അവിടെ നിന്നും കടന്ന് കൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്നതിലേക്ക് എത്തുന്നതിൻ്റെ കാരണം ഇപ്പോൾ എത്ര അംഗങ്ങൾ സഭയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിനാകെ 36 അംഗങ്ങൾ, അതിൽ 26 സി പി എമ്മിൻ്റേത്, 8 അംഗങ്ങൾ സി പി ഐയുടേത്. സി പി ഐയെ സംബന്ധിച്ച് അവർ പറയുന്നത് അവരുടെ മന്ത്രിമാരിൽ 4 പേർ മത്സരിച്ചതിൽ 3 പേരും വിജയിച്ചല്ലോ എന്നുള്ളതാണ്. സി പി എമ്മിന് അങ്ങനെയൊന്നും അവകാശപ്പെടാനില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ എണ്ണക്രമത്തിൽ നോക്കുമ്പോൾ സി പി എമ്മാണ് മുകളിലെങ്കിലും ഈ പരാജയത്തിൻ്റെ, ഈ വലിയ പരാജയത്തിന് ഉത്തരവാദി സി പി എം ആണ് എന്ന് സി പി ഐ കരുതുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് അന്ന് സി പി ഐ ഉന്നയിച്ചതുകൊണ്ട്, സി പി ഐ അത് ശക്തമായ നിലപാടെടുത്തതുകൊണ്ട് ഇന്ന് ഇപ്പോൾ ഭരണപക്ഷത്തിനെതിരെ അത് ഉന്നയിക്കാൻ സാധിക്കുന്നു എന്ന് കൂടി സി പി ഐ വാദിക്കുകയാണ്. ഇനി പറഞ്ഞ ഈ പ്രതിപക്ഷ ഉപനേതാവ് പദവി, ആ പദവി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യം വരുമ്പോൾ അത് പ്രത്യേകിച്ച് ഒരു അധികാരമുള്ള പദവിയല്ല. അത് യഥാർത്ഥത്തിൽ ഒരു ഓഫീസ് മുറി കിട്ടുന്നു. അത് ജി കാർത്തികേയൻ സ്പീക്കറായ ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ഓഫീസ് മുറി കൊടുക്കാൻ തീരുമാനമായത്. അല്ലാതെ ആ ഒരു ഓഫീസിന് പ്രത്യേകമായി എന്തെങ്കിലും പദവികൾ ഉണ്ട് എന്ന് കരുതാനാകില്ല. അത് ഔദ്യോഗികമായൊരു പദവിയുമല്ല, അത് പിന്നീട് വന്ന ഒരു തീരുമാനമാണല്ലോ. ഇങ്ങനെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് എന്നത് ഒരു സൗകര്യത്തിന് വേണ്ടി, അത് വി എസിൻ്റെ കാലത്തായിരുന്നു. അന്ന് കോടിയേരിക്ക് ആ പദവി കൊടുത്തു. അപ്പോൾ വി എസിൻ്റെ അഭാവത്തിൽ നന്നായി പ്രവർത്തിക്കാൻ, നന്നായി സംസാരിക്കാൻ ഒരു ഉപനേതാവ് എന്ന രൂപത്തിലാണ് അത് നൽകിയത്. പിന്നീട് വന്ന സർക്കാർ, യു ഡി എഫിൻ്റെ സർക്കാർ വന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ആ പദവി കൊടുത്തു. അങ്ങനെ ഒരു ഓഫീസ് മുറി ഉണ്ടായി എന്നുള്ളതാണ്. അതല്ലാതെ ഔദ്യോഗികമായി ആ സ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ഒരു അധികാരവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ സി പി എമ്മിനെ വെച്ച് നോക്കൂ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി അവിടെ പിണറായി വിജയൻ സംസാരിക്കുന്നു. പിണറായി വിജയൻ സംസാരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, അല്ലെങ്കിൽ പിണറായി വിജയൻ അത്രത്തോളം നന്നായി പെർഫോം ചെയ്യാത്ത വിഷയങ്ങളിൽ പ്രതികരിക്കാനായി അവിടെ ബാലഗോപാൽ ഉണ്ട്. ബാലഗോപാൽ ഇപ്പോൾ തന്നെ ഒരു ഉപനേതാവ് എന്ന രീതിയിൽ റോൾ എടുക്കുകയും പ്രതികരിക്കുകയും, എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാത്തതെന്ന് ചില ഘട്ടങ്ങളിൽ എടുത്തു ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റോൾ അവിടെ ഇതിനകം തന്നെ ബാലഗോപാൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ സ്ഥാനം സി പി ഐക്ക് വേണമെന്ന് സി പി ഐ ആവശ്യപ്പെടുമ്പോൾ അതിന് ആളെയും അവർ കണ്ടെത്തുന്നുണ്ട്. അത് കെ രാജൻ, മുൻ മന്ത്രി രാജനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാജൻ അവിടെ പെർഫോം ചെയ്യുകയും, നമ്മൾ ഈ ആലോചനകളിലേക്ക് പോകുമ്പോൾ സി പി എം അത് ആലോചിക്കുന്നു, രാജൻ പെർഫോം ചെയ്യുന്നതിലേക്ക് പോവുകയും അപ്പുറത്തെ പിണറായി വിജയൻ കാര്യമായി സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ മേൽക്കൈ സി പി ഐക്ക് കിട്ടും. അങ്ങനെ ഒരു കാര്യം സി പി എം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിലൊരു സമ്മർദ്ദത്തിൻ്റെ സ്വഭാവമുണ്ട്. ഇതൊരു ഉഭയകക്ഷി ചർച്ച, അകത്തുള്ള ചർച്ച എന്ന രൂപത്തിലല്ല വന്നിട്ടുള്ളത്. സി പി ഐ ഈ ആവശ്യം ഈ ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുൻപ് തന്നെ പുറത്ത് പ്രതികരിക്കുകയാണ്. ബിനോയ് വിശ്വം പലതവണയായി മാധ്യമങ്ങളോട് പ്രതികരിച്ചു, സി പി ഐയുടെ പരിപാടിയിൽ പറയുന്നു. അപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് പദവി ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിൽ നേരത്തെ നടന്നു വന്നിരുന്ന രൂപത്തിലല്ല കാണേണ്ടത്, കാര്യങ്ങളിൽ മാറ്റം വേണ്ടതുണ്ട് എന്ന് പറയാൻ, കീഴ്വഴക്കം എന്നതല്ല, ഒരു മാറ്റമാണ് ആവശ്യമെന്ന് പറയുമ്പോൾ ആ മാറ്റം എന്നതിൽ പല അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ സി പി ഐക്ക് കൂടി റോളുണ്ട്. സി പി ഐക്ക് ഒരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്ന ഒരു വാദം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ ദിവസം ടി പി രാമകൃഷ്ണൻ ആണ് ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് അങ്ങോട്ടേക്ക് സി പി ഓഫീസിലേക്ക് ചെന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ടി പി രാമകൃഷ്ണൻ നടത്തിയ പ്രതികരണവും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അതിൽ ഈ കാര്യങ്ങളൊന്നും പുറത്തു പറയുന്ന രീതിയില്ലല്ലോ എന്ന് അദ്ദേഹം പറയുമ്പോൾ നേരത്തെ പുറത്തു പറഞ്ഞ ബിനോയ് വിശ്വത്തോടുള്ള എതിർപ്പ് കൂടിയാണ് അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച വലിയ പ്രതിസന്ധി അവിടെയുണ്ട്. എൽ ഡി എഫ് യോഗം ചേരാൻ പറ്റിയിട്ടില്ല. എൽ ഡി എഫ് യോഗം ചേരാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സി പി ഐയുടെ സി പി ഐ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വാശി പിടിച്ചു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് എൻ സി പിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്നിപ്പോൾ എൻ സി പിയുമായി ബന്ധപ്പെട്ട വേറൊരു കൗതുകം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എൻ സി പി യിലെ ഒരു ഘടകം ബി ജെ പിയിലേക്ക് പോകുന്നു, എൻ സി പി പിളർപ്പിലേക്ക് എന്ന വാർത്ത വന്നിരിക്കുന്നത് സി പി എമ്മിൻ്റെ കണ്ണൂരിലെ ഒഫീഷ്യൽ പേജിലാണ്. സി പി എം കണ്ണൂർ ഘടകത്തിൻ്റെ ഒഫീഷ്യൽ പേജിൽ ആ വാർത്ത വന്നിരിക്കുകയാണ്. അത് അവർക്കൊരു അബദ്ധമായി എന്ന് പറയുന്നുണ്ടെങ്കിലും അത്
അങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശശീന്ദ്രനും ചാക്കോയും രണ്ടായിരിക്കുന്നു എന്നൊരു സാഹചര്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ മുന്നണിയിലെ ഒരു പാർട്ടി ഇപ്പോൾ രണ്ടായി മാറിയിരിക്കുന്ന ഒരു പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് CPI അനാവശ്യമായ വാശി കാണിക്കുന്നതെന്ന് RJD പ്രതികരിക്കുന്നുണ്ട്. RJDയുടെ പരസ്യ പ്രതികരണം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു വാശി പിടിക്കുന്നത്, ഇങ്ങനെയൊരു പോസ്റ്റിന്റെ ആവശ്യം എന്താണ് എന്ന് കൂടി RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പറയുന്നുണ്ട്. ഇതൊരു ഭരണഘടനാ പദവിയല്ല, ലെജിസ്ലേറ്റീവ് പ്രിവിലേജുകളില്ല, പിന്നെ എന്തിനാണ് അതിൽ വാശി പിടിക്കുന്നത്? ഇപ്പോൾ ഇതാ നിയമസഭാ കക്ഷിയോഗം ആദ്യ സമ്മേളനം കഴിഞ്ഞിട്ട് ഇതുവരെ ചേർന്നിട്ടില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. LDF യോഗം ചേർന്നിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. ജനങ്ങളുടെ പ്രശ്നം ഒരുമിച്ച് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ എന്താണ് CPI പറയുന്നത്? ജനങ്ങളുടെ പ്രശ്നം ഞങ്ങളുടേതായ രീതിക്ക് ഏറ്റെടുക്കും, ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം നടത്താൻ പോകുന്നു. ഇത് PM ശ്രീയിലായാലും ഈ പറയുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ CPM അത് ഉന്നയിച്ചു തുടങ്ങി. ഇപ്പോൾ അത് ഷൂ എന്നപോലെ ബലൂൺ കാറ്റ് അഴിച്ചുവിട്ട പോലെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഈ ഓഹരി കൈമാറ്റത്തിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് അവസാനം പറയുന്നതിലേക്ക് CPM എത്തുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾക്കതിൽ എതിർപ്പുണ്ട്, ഞങ്ങളത് വേറെ തന്നെ വിഷയമാക്കി സമരത്തിലേക്ക് നീങ്ങാൻ പോകുന്നവർ. നോക്കൂ, സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ CPM പറയുന്നതിനെ വേണമെങ്കിൽ എതിർക്കാനും CPI തയ്യാറാകും എന്നുകൂടിയാണെന്ന് ഇന്നത്തെ വാർത്തകൾ വന്നിരിക്കുന്നത്. അതായത് CPM പറയുന്നതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം രണ്ടായിക്കൊണ്ട് സഭയിൽ പ്രവർത്തിക്കുമോ? ഒന്നാമത് ഈ തരത്തിൽ ദുർബലപ്പെട്ട പ്രതിപക്ഷം, ആ പ്രതിപക്ഷത്തിൽ തന്നെ രണ്ട് സ്വരമായി സഭയിലെത്തുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ അല്ലെങ്കിൽ സമരത്തിലേക്ക് നീങ്ങാനൊക്കെ പ്രതിപക്ഷത്തിന് ഒറ്റക്കെട്ടായി സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ ഉയർത്തുകയാണ്. ഇത് അങ്ങനെയല്ലാത്ത രീതിയിൽ മാറണമെങ്കിൽ CPIയോട് CPM വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. CPM പക്ഷേ ഇപ്പോൾ തൽക്കാലം വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടതില്ല എന്ന നിലപാടെടുക്കുകയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനും അതിൽ ഒരു കടുത്ത നിലപാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് പോയാൽ കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് പോകേണ്ടി വരും. CPIക്ക് കീഴടങ്ങുന്ന ഒരു രൂപത്തിലേക്ക് അത് പോകാൻ പറ്റില്ല എന്ന രൂപത്തിലാണ് CPM എടുത്തുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ പ്രശ്നമായി കൂടിയാണ് അതിനെ CPM കാണുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് കടുത്ത പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഈ തോമസ് ചാണ്ടിയുടെ രാജിക്കാര്യത്തിലാണ്. തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നയിച്ചത് അന്ന് കാനം CPIയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധമുയർത്തുകയും ക്യാബിനറ്റ് യോഗത്തിൽ നിന്നും CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന രീതിയിലേക്ക് ആ പ്രതിഷേധം വളരുകയും ചെയ്തു. അതിനുശേഷം പിണറായി വിജയൻ പുറത്തേക്കിറങ്ങി ഇങ്ങനെ ക്യാബിനറ്റിൽ നിന്ന് മന്ത്രിമാർ മാറി നിൽക്കുന്ന കീഴ്വഴക്കം ശരിയല്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ പരസ്യമായ ഒരു പോരിലേക്ക് ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ വന്ന ഘട്ടം അത് കാനം CPI സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ്. അത് ഒറ്റലോടി എന്ത് സംഭവിച്ചു? തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. അത് അവിടെ CPIയുടെ വാശിയിലേക്ക്, അല്ലെങ്കിൽ അന്ന് മാധ്യമങ്ങളടക്കം ആ വിഷയം ശക്തമായി ഉന്നയിച്ചിരുന്നു. പക്ഷേ CPI അത് മുന്നണിയിൽ നിന്ന് തന്നെ എതിർ സ്വരം വന്നപ്പോൾ ആ രാജിയിലേക്ക് പോകേണ്ടി വന്നു. ഇതിനു മുമ്പ് നമ്മൾ അത് കണ്ടത് വെളിയത്തിൻ്റെ കാലത്തും ഇരു പാർട്ടികളും തമ്മിലുള്ള തർക്കം അവിടെ നിന്നുണ്ടായിരുന്നു. CK ചന്ദ്രപ്പൻ്റെ കാലത്ത് ഈ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് കൊല്ലം സമ്മേളനം, തിരുവനന്തപുരം സമ്മേളനവും CPMൻ്റെയും CPIയുടെയും ഒരേ സമയത്ത് നടത്തുകയാണ്. അപ്പോൾ CPI പോയിട്ട് ആവശ്യപ്പെടുന്നു, ഇങ്ങനെ ഒരേ സമയത്ത് നടത്തരുത്, ഈ സമ്മേളനം ഒന്ന് മാറ്റിവെക്കണം. അപ്പോൾ CPM പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനം നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങളുടെ സമയത്ത് തന്നെ നടത്തുമെന്ന് പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? വാർത്താ സമ്മേളനത്തിൽ CK ചന്ദ്രപ്പൻ പറയുകയാണ്, ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന സമ്മേളനം ഞങ്ങളുടെ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്, ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്ന സമ്മേളനം ഈ സമയത്തുണ്ട് എന്നൊരു വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. അന്ന് സ്വാഭാവികമായി മാധ്യമങ്ങൾ പിന്നീട് മുഴുവൻ CPIയുടെ സമ്മേളനത്തിൽ ശ്രദ്ധ തിരിക്കുന്നു. CPI സമ്മേളനം വലിയ വാർത്തയാകുന്നു, അവരുടെ പ്രതികരണങ്ങൾ വാർത്തയാകുന്നു. ഇത് നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കാലത്തിൻ്റെ കാലത്ത് മാവോയിസ്റ്റ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിയിരുന്ന ശക്തമായ പ്രതിഷേധ സ്വരം മുന്നണിക്കകത്ത് നിന്ന് തന്നെ CPI ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. PM ശ്രീ അടക്കമുള്ള വിഷയങ്ങളിലും ഒരു നിലപാടും ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. പക്ഷേ ഇതിപ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്നത് സംബന്ധിച്ച് ഇതൊരു പ്രത്യേക അധികാരങ്ങളുള്ള പദവി അല്ലാതിരിക്കെ എന്തുകൊണ്ടാണ് അതിൽ ബലം പിടിക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം പിളർപ്പിലേക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ സാങ്കേതികമായി പൂർണ്ണമായും പിളർന്ന് രണ്ടായി നിൽക്കുന്നു എന്ന രൂപത്തിലല്ല, പക്ഷേ അവരുടെ പ്രവർത്തനം സഭ തുടങ്ങുന്ന ഘട്ടത്തിൽ ആ രൂപത്തിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് CPI നൽകുന്നത്. അതൊരു സമ്മർദ്ദ തന്ത്രമാണ്. ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട എന്ന് CPM തീരുമാനിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? രണ്ട് തരം സമരങ്ങൾ, രണ്ട് തരം പ്രതികരണങ്ങൾ എന്ന രൂപത്തിലേക്കൊക്കെ പോകുമോ എന്നുള്ളൊരു കൗതുകം കൂടി ബാക്കിയും. Meet the editors.